ഹലോ എവ്രി വൺ. നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ BOI ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സൺസ് only who receive income together or jointly but not necessarily with a common plan or intention. എന്താ പറഞ്ഞിരിക്കുന്നത്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതെന്തായിരുന്നു? അതിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരുന്നു. നമ്മൾ പേഴ്സൺസിൻ്റെ സെക്ഷനിൽ പഠിച്ചത് ഇൻഡിവിജ്വൽ, ഏജ് ഓഫ് കമ്പനി, ഫേം, ഇതൊക്കെ AOPയുടെ അണ്ടറിൽ വരുമായിരുന്നെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് BOIയുടെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്, ഈ ഒരു ഇൻഡിവിജ്വൽസിന് എന്താണ് കിട്ടുന്നത്? ഇൻകം ടുഗെദർ ആയിട്ട് കിട്ടും. അതായത് ഒന്നിച്ച് ജോയിൻ്റ്ലി ആയിരിക്കും, അല്ലാതെ സെപ്പറേറ്റ് ഓരോ പേഴ്സൺസിന് ഇത്ര ഇൻകം അങ്ങനെ ആയിരിക്കില്ല. സെപ്പറേറ്റ്ലി ആയിരിക്കും ഓരോ ആൾക്കാർക്കും ഇൻകം കിട്ടുന്നത്. അവർക്ക് ഇൻകം ലഭിക്കുന്നത് എങ്ങനെയായിരുന്നു? ജോയിൻ്റ്ലി ആയിരിക്കില്ല, ജോയിൻ്റ്ലി ആണ്, സെപ്പറേറ്റ് ആയിട്ടായിരിക്കില്ല. ബട്ട് നോട്ട് നെസസറി വിത്ത് എ കോമൺ പ്ലാൻ ഓർ ഇൻറ്റൻഷൻ. ഇവർക്കൊരു കോമൺ പ്ലാനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇനി നമ്മൾ ഡെഫിനിഷൻസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് റിസീവ് ഇൻകം ജോയിൻ്റ്ലി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം കംസ് ഇൻ വൺ കമ്പൈൻഡ് ഫോം, നോട്ട് സെപ്പറേറ്റ് ഇൻകം ഫോർ ഈച്ച് പേഴ്സണൽ ഇനീഷ്യലി. എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പൈൻഡ് ഇൻകം ആയിരിക്കും. അതായത് ജോയിൻ്റ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കില്ല, പകരം എന്തായിരുന്നു? കമ്പൈൻഡ് ഫോം ഓഫ് ഇൻകം ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇൻകം ഉണ്ടായിരിക്കില്ല. അതാണ് ജോയിൻ്റ്ലി ആണ് ഇവർക്ക് ഇൻകം ലഭിക്കുന്നതെന്ന് പറയുന്നത്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് ഇൻകം എന്ന് പറയുന്ന വൺ കമ്പൈൻഡ് ഫോമിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻകം കിട്ടുന്നുണ്ടാവത്തില്ല. അതുപോലെ തന്നെ വേറൊരു ടേമാണ് എക്സിക്യൂട്ടേഴ്സ് ഓർ ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് these are people who manage money or property for others or beneficiaries. They don't own the income personally. എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടേഴ്സ് അല്ലെ ട്രസ്റ്റീസ് എന്നായിരിക്കും പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തികളായിരിക്കും വേറൊരാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി മാനേജ് ചെയ്യുന്നത്. അവർ വേറൊരു ബെനിഫിഷ്യറീസിൻ്റെ പ്രോപ്പർട്ടി അല്ലെ മണി മാനേജ് ചെയ്യുന്നു. അവർക്ക് ആ ഒരു പ്രോപ്പർട്ടിയിലോ ഇൻകത്തിലോ പേഴ്സണലി ഒരു എന്താണെന്ന് പറയാം, അവർ ഓൺ ചെയ്യുന്നില്ല, അവർക്കൊരു അതോറിറ്റി ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർ എക്സിക്യൂട്ടേഴ്സ് അല്ലെ ട്രസ്റ്റീസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു മണി സോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യുകയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ചെയ്യുന്നത്. ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കൂട്ടമായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഇൻകം കിട്ടുന്നത് ജോയിൻ്റ്ലി ആയിരിക്കും, സെപ്പറേറ്റ് ഇൻകം ആയിരിക്കില്ല ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കൊരു കോമൺ പ്ലാനോ അല്ലെങ്കിൽ ഇൻറ്റൻഷനോ ഉണ്ടാവണമെന്നില്ല. ഇവർക്ക് ഇൻകം വരുന്നത് ഒരു വൺ കമ്പൈൻഡ് ഫോമിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇൻകം ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇവർ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെ ഇൻകം എന്ന് പറയുന്നത് ഇവർക്ക് പേഴ്സണലി ഓൺഡ് ആയിരിക്കില്ല, പകരം ഇവർ മാനേജ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ എക്സിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റീസ് എന്ന് വിളിക്കുന്നത്. എക്സിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റീസ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സിക്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾ: എ പേഴ്സൺ ഡൈസ് ആൻഡ് ലീവ്സ് പ്രോപ്പർട്ടി ഇൻ എ വിൽ. ടു എക്സിക്യൂട്ടേഴ്സ് മാനേജ് ദ പ്രോപ്പർട്ടി. ദേ റിസീവ് റെൻറ്റ് ടുഗെദർ. ദേ ആർ BOI. അതായത് ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ആ ഒരു വ്യക്തി രണ്ട് എക്സിക്യൂട്ടേഴ്സിന് ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുത്തു. അതിന് പകരമായിട്ട് ഇവർക്ക് കിട്ടുന്നത് എന്താണ്? റെൻറ്റ്. അതാണ് BOI എന്ന് പറയുന്നത്. BOIയിൽ ഇൻഡിവിജ്വൽസ് എക്സിക്യൂട്ടേഴ്സായിട്ടും ട്രസ്റ്റീസൊക്കെ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവർക്ക് ആ ഒരു പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ അവർ മാനേജ് ചെയ്യുന്ന എന്താണോ അതിലൊരു ഓണർഷിപ്പ് ഉണ്ടാകത്തില്ല. അവർക്ക് ഒരു എമൗണ്ട് കിട്ടുന്നു. ഈ കേസിലാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് റെൻ്റാണ്. അതായിരിക്കും അവരുടെ ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസോസിയേഷനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് BOI അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് വിളിക്കാം.
ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കോ ഹയേഴ്സ് 3 siblings inherit land, they rent it out ആൻഡ് ഗെറ്റ് ഇൻകം ജോയിൻ്റ്ലി, ദിസ് ഈസ് എ BOI എന്ന് പറഞ്ഞാൽ 3 സിബ്ലിങ്സിന് ഒന്നിച്ച് ഒരു ലാൻഡിൽ ഓണർഷിപ്പ് ഉണ്ട്. ആ ഒരു ലാൻഡ് അവർ വേറൊരു വ്യക്തികൾക്ക് റെൻറ്റിന് കൊടുത്തു, അവർക്ക് ആ റെൻറ്റ് ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്. അതിനെ നമുക്ക് BOI എന്ന് വിളിക്കാൻ പറ്റും. AOPയുടെ കേസിൽ എങ്ങനെയായിരുന്നു? അവിടെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റി അല്ല, പകരം എന്താണ്, ഒരു കോ ഓണർഷിപ്പാണ് ഇതിൽ സംഭവിക്കുന്നത്. എക്സിക്യൂട്ടേഴ്സ്, കോ ഓണേഴ്സ്, എക്സിക്യൂട്ടേഴ്സ്, കോ ഹയേഴ്സ്, ട്രസ്റ്റീസൊക്കെ. ഇതിനെ നമുക്ക് BOI ആയിട്ട് വിളിക്കാം. AOPയുടെ കേസിലാണെങ്കിൽ അതൊരു ബിസിനസ് ആക്ടിവിറ്റി ആയിരിക്കണം. ഇനി BOI എന്തുകൊണ്ടാണ് ടാക്സ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഗവൺമെൻറ് ട്രീറ്റ്സ് BOI ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31, മീനിങ് BOI ഇറ്റ് സെൽഫ് പേസ് ടാക്സ്, ഇറ്റ് ഈസ് ലൈക്ക് എ സെപ്പറേറ്റ് യൂണിറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൻ 2 സബ്സെക്ഷൻ 31ൻ്റെ അണ്ടറിൽ BOIനെ ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനർത്ഥം എന്താ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ടാക്സ് പേ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. BOI സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആണ്. ഇനി ഇതിൻ്റെ ടാക്സ് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ BOI ടാക്സ് ചെയ്യുന്നത് അതിൻ്റെ ഇൻകത്തിൻ്റെ ബേസിസിലാണ് BOI ടാക്സ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മെമ്പേഴ്സിന് അവരുടെ ഷെയർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടാക്സ് ഗെയിൻ ഉണ്ടാകുന്നില്ല, ടാക്സ് ഓൾറെഡി പെയ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ BOI എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കും ടാക്സബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സിന് അവരുടെ സെപ്പറേറ്റ് എമൗണ്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ടാക്സ് ഓൾറെഡി പെയ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടാക്സ് ഗെയിൻ ആർക്കും ഉണ്ടാവുന്നില്ല. അതുപോലെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ് ഓൾറെഡി പെയ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ BOIയുടെ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇൻട്രസ്റ്റ് ആർ ഇൻഡിവിസിബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, മെമ്പേഴ്സ് കനോട്ട് ക്ലിയർലി സെപ്പറേറ്റ് ദെയർ ഷെയർ അറ്റ് ദ ബിഗിനിങ്, ഇൻകം ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ ഫസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ബിഗിനിങ്ങിൽ ഈ കോ ഓണേഴ്സ്, എക്സിക്യൂട്ടേഴ്സ്, ട്രസ്റ്റീസ്, കോ ഹയേഴ്സ് എന്ന് പറയുന്ന ഈ വ്യക്തികൾ, അതായത് മെമ്പേഴ്സിന് ഈ ഏത് ഇൻകം സോഴ്സാണോ ആ ഇൻകം സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവർക്ക് ഹോളായിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് എല്ലാ മെമ്പേഴ്സിനും ഒന്നിച്ചായിരിക്കും ആദ്യം കിട്ടുന്നത്, പിന്നീടായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് പറയുന്നത്, അവർക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഷെയർ. ഇൻകം ബിലോങ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. എക്സാമ്പിൾ നോക്കി, ട്രസ്റ്റ് ഈസ് മാനേജിങ് ഫണ്ട്, ഇൻകം ബിലോങ്സ് ടു ട്രസ്റ്റ് ഫസ്റ്റ്, നോട്ട് ഇൻഡിവിജ്വൽസ് ഡയറക്റ്റ്ലി. അതായത് ഒരു ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രസ്റ്റീസ് ഫണ്ട് മാനേജ് ചെയ്യുന്നു. അവരുടെ ആ ഫണ്ട് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ബിലോങ് ചെയ്യുന്ന ആർക്കാണ്? ആ ട്രസ്റ്റിനാണ്. ശേഷമാണ് ഇൻഡിവിജ്വൽസിന് അതിൽ നിന്നൊരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻകം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഈവൻ നോൺ പ്രോഫിറ്റ്സ് ഗ്രൂപ്പ് ആർ കവേർഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. എന്ന് പറഞ്ഞാൽ എന്താണ്, BOI ഓർ AOI ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ടു ഏൺ പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ BOI അല്ലെങ്കിൽ AOI സ്റ്റിൽ ഒരു പേഴ്സണായിട്ടാണ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ, ക്ലബ്ബ്, അസോസിയേഷൻ, ഗ്രൂപ്പ് മാനേജിങ് പ്രോപ്പർട്ടി, ഈവൻ ഇഫ് നോ പ്രോഫിറ്റ് ഇൻറ്റൻഷൻ സ്റ്റിൽ കവേർഡ് അണ്ടർ ടാക്സ് ലോ. അതായത് BOIക്ക് ഒരു പ്രോഫിറ്റ് ഇൻറ്റൻഷൻ ഒന്നും ഇല്ലെങ്കിലും എന്താണ്, ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ അതൊരു ടാക്സബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് AOPയുടെയും BOIയുടെയും ഡിഫറൻസ് നോക്കാം.
AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അതിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത് പേഴ്സൺ. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 വരുന്ന പേഴ്സൺസ്, ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ഫേംസ് ഇതെല്ലാം അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ മെമ്പേഴ്സ് ആകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ വോളണ്ടറിലി ഫോംഡ് ആണ്. ഹാവ് എ കോമൺ ഗോൾ. അവർക്കൊരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഉണ്ടാവും. യൂഷ്വലി ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബിസിനസ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു AOP ആണ്. അതായത് ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടി കുറച്ച് പേഴ്സൺസ് ഒന്നിച്ചുകൂടി ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? AOP അല്ലെങ്കിൽ AOP ആയിട്ട് പറയാൻ സാധിക്കും. ഇനി ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇത് ഫോം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അല്ലാതെ വോളണ്ടറി ആയിട്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ മരിച്ചു പോകുന്നു, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സായിട്ട് ഇത്രയും ആളുകൾക്ക് ആവേണ്ടി വരികയാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതാണ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഹയേഴ്സ്, ട്രസ്റ്റീസ് ഒക്കെ. AOPയുടെ കേസിൽ അവർ വോളണ്ടറിലി ഫോം ചെയ്യുന്നതാണെങ്കിൽ, ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഇവർ സിറ്റുവേഷൻ കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്കൊരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെ നമുക്ക് എക്സാമ്പിളായിട്ട് ഹയേഴ്സ് എന്നും പറയാം. ട്രസ്റ്റീസ്, എക്സിക്യൂട്ടീവ്സൊക്കെ BOIയുടെ എക്സാമ്പിൾസാണ്. ഇനി നമുക്ക് വേറൊരു ഡിഫറൻസ് നോക്കാം. ഇനി BOIയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓൺലി ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പക്ഷേ AOPയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്ന പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 വരുന്ന ഏത് പേഴ്സണും AOPയുടെ മെമ്പേഴ്സ് ആവാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ഫോർമേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ BOI മേ ബി ആക്സിഡൻ്റൽ ആയിരിക്കും, ബൈ ചോയ്സ് ആയിരിക്കത്തില്ല. AOP എന്ന് പറയുന്നത് ബൈ ചോയ്സ് ആണ്. വോളണ്ടറിലി ഇവർ ഫോം ചെയ്യുന്നതാണ് ടു ജനറേറ്റ് ഇൻകം. ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നോട്ട് നെസസറി. ഒരു ഇൻറ്റൻഷനും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ AOPയുടെ കേസിൽ ഇവർക്കൊരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതൊരു ബിസിനസ് ആക്ടിവിറ്റി ആവാം, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെ ഒരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എക്സാമ്പിൾ, BOIയുടെ എക്സാമ്പിൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് അവർക്ക് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഇവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അതിനെയാണ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി AOPയുടെ കേസിലാണെങ്കിൽ ഇതൊരു ബിസിനസ് ഗ്രൂപ്പ് ആയിരിക്കും ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് ജനറേറ്റിംഗ് ഇൻകം. ഇനി BOIയും AOPയും പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ളൊരു കോഡ് വേർഡ് പോലെ പറയാം. BOI എന്ന് പറയുന്നത് ടുഗെദർ ബൈ സിറ്റുവേഷൻ ആണ്, വോളണ്ടറി അല്ല. നമ്മളത് പറഞ്ഞു, ടുഗെദർ ബൈ സിറ്റുവേഷൻ ആയിരിക്കും BOI ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി AOP ആണെന്നെങ്കിൽ പറയുന്നത് ടുഗെദർ ബൈ ഡിസിഷൻ ആയിരിക്കും. ടുഗെദർ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വോളണ്ടറി അസോസിയേഷനായിട്ട് ഫോം ചെയ്യുന്നതായിരിക്കും AOP എന്ന് പറയുന്നത്. അവർക്കൊരു ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അതാണ് BOIയും AOPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. BOI ബൈ സിറ്റുവേഷൻ ആണെങ്കിൽ AOP ബൈ ഡിസിഷൻ ആയിരിക്കും. ഇനി എക്സാമിന് നമുക്ക് എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് BOI ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു റിസീവ് ഇൻകം ജോയിൻ്റ്ലി വിത്തൗട്ട് നെസസറിലി ഹാവിങ് എ കോമൺ ഇൻറ്റൻഷൻ ആൻഡ് ഇസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. BOI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ഒരു വ്യക്തികൾക്ക് ഇൻകം ജോയിൻ്റ്ലി റിസീവ്, അതായത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കില്ല, ഹോളി എല്ലാവർക്കും കൂടി ആയിരിക്കും ഈ ഒരു ഇൻകം റിസീവ് ആവുന്നത്. ഈ ഒരു വ്യക്തികൾക്കൊരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ BOI ഒരു സെപ്പറേറ്റ് പേഴ്സൺ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ BOIയെ ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് BOI AOP എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് വരുന്നത്. നമ്മളതിൻ്റെ ഡിഫറൻസ് നോക്കി. ഓക്കെ, ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ് യു.